നമ്മൾ എത്രയൊക്കെ ഒരു അന്യനാട്ടിൽ നിന്നു എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ആ സ്ഥലത്തെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാലും, സ്വന്തം നാട്ടിൽ ഒരു 10 ദിവസത്തിന് മേലെ നിന്നിട്ട് തിരിച്ചെത്തുമ്പോൾ ആ സ്ഥലവുമായിട്ടൊന്ന് അഡാപ്റ്റ് ആവാൻ വീണ്ടും കുറച്ച് ടൈം എടുക്കും. വർഷം 2014 ഓഗസ്റ്റ് മാസം. തേർഡ് ഇയറിലെ വെക്കേഷൻ കഴിഞ്ഞ് ഫൈനൽ ഇയർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വീണ്ടും ബാംഗ്ലൂരിലേക്ക്. ആദ്യത്തെ 1-2 ദിവസം എന്തൊരു മടുപ്പായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം ആ മടുപ്പൊന്ന് മാറി റിഫ്രഷ്ഡ് ആയപ്പോൾ ഒരു പടം കണ്ടു കളയാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഏതാ പടമുള്ളതെന്ന് നോക്കിയപ്പോൾ ഒരു മാസം മുമ്പ് ഇറങ്ങിയ വിക്രമാദിത്യൻ കളിക്കുന്നുണ്ട്. പടം ഓൾറെഡി കേരളത്തിൽ ഹിറ്റാണ്. അതിൽ ഉണ്ണി മുകുന്ദനെ മസലളിയൻ എന്ന് വിളിക്കുന്നതും ദുൽഖർ സൽമാന് ക്ലൈമാക്സിൽ ഒരു സല്യൂട്ട് കിട്ടുന്നതൊക്കെ ഓൾറെഡി ഫേസ്ബുക്കിൽ ചർച്ചയാണ്. എന്നാൽ പിന്നെ അത് കണ്ടേക്കാമെന്ന് കരുതി. എന്നാൽ ഈ പടം കാണാനിരുന്ന ദിവസം രാവിലെ മറ്റൊരു പടം റിലീസ് ആവുകയാണ്. സിനിമയുടെ പേര് മുന്നറിയിപ്പ്. മമ്മൂട്ടിയാണ് നായകൻ. പോസ്റ്ററിൽ എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. ഒരു പഴഞ്ചൻ ഷർട്ടും ഇട്ട് മൂപ്പര് ദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന 3-4 പോസ്റ്റേഴ്സ്. പിന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത് വേണു. ആളൊരു സീനിയർ സിനിമറ്റോഗ്രാഫർ ആണെങ്കിലും ഡയറക്ഷൻ ആദ്യത്തെയാണ്. പിന്നെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണി ആർ, നമ്മുടെ ബിഗ് ബിയുടെയും ബാച്ചിലർ പാർട്ടിയുടെ ഒക്കെ കോ റൈറ്റർ. ഇതിൽ അവസാനം പറഞ്ഞ കാര്യം മാത്രമേ ഈ സിനിമയിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്നതായി ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പുതിയൊരു മമ്മൂട്ടി സിനിമ ഇറങ്ങിയതല്ലേ, ഫേസ്ബുക്കിൽ ആളുകൾ അതിനെപ്പറ്റി എന്താ പറയുന്നതെന്ന് നോക്കാമെന്ന് കരുതി. പക്ഷെ ഫേസ്ബുക്ക് തുറന്ന ഞാൻ ഞെട്ടി. ആളുകൾക്കൊക്കെ സിനിമയെപ്പറ്റി വൻ അഭിപ്രായം. എല്ലാവരും എടുത്തു പറയുന്നത് ആ ക്ലൈമാക്സിനെ പറ്റിയാണ്. ക്ലൈമാക്സിൽ എന്തോ സംഭവിക്കുന്നു, ക്ലൈമാക്സിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ. ഓർക്കണം, 2011 മുതൽ തുടങ്ങിയ മമ്മൂട്ടിയുടെ മോശം സമയം ഇനിയും അവസാനിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു പടത്തിന് ഇങ്ങനെ ഒരു റിവ്യൂ. ഞാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വിക്രമാദിത്യന് പോകാനിരുന്നതാണ്. അപ്പൊ ആകെ കൺഫ്യൂഷനായി. സോഷ്യൽ മീഡിയയിലെ വിക്രമാദിത്യന്റെ ഹൈപ്പ് അപ്പോഴേക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ അതൊരു ഓൾറെഡി പ്രൂവൺ ഹിറ്റാണ്. ഓൺ ദി അതർ ഹാൻഡ് മുന്നറിയിപ്പിന്റെ ക്ലൈമാക്സിനെ പറ്റി ആളുകൾ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നെ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാന്ന് കരുതി ഞാൻ മുന്നറിയിപ്പിന് ടിക്കറ്റ് എടുത്തു. പടം തുടങ്ങി വളരെ പതുക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നായിക ആക്സിഡന്റലി ജയിലിൽ വെച്ച് കാണുന്ന മാന്യനായ ഒരു നായകൻ ഇയാളിൽ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അയാളുടെ പുറകെ കൂടുകയും അയാളെ ജയിലിൽ നിന്നിറക്കി സ്വന്തം ചെലവിൽ താമസിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിനാ? അയാളിലൊരു കണ്ടന്റ് ഉണ്ടല്ലോ. ജേർണലിസ്റ്റ് ആയിട്ട് എനിക്ക് അത് ഉപകാരപ്പെടുമല്ലോ. എന്ന സിനിമ മുന്നോട്ട് പോകുന്തോറും ഇവർ വിചാരിക്കുന്ന കണ്ടന്റ് അവർക്ക് കിട്ടുന്നില്ല. ഇതിനിടയിൽ പൃഥ്വിരാജ് ഒന്ന് വന്നു പോകുന്നുണ്ട്. സിനിമ ഇങ്ങനെ പതുക്കെ സഞ്ചരിക്കുകയാണ്. അവസാനം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്കുള്ള കണ്ടന്റിങ് താടോ എന്ന് പറഞ്ഞ് നായകനോട് ചൂടാവുകയാണ്. അപ്പൊ നമുക്കും തോന്നും, യാ ഷീസ് റൈറ്റ്. അതിനു വേണ്ടിയല്ല അവർ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നത്. അങ്ങനെ പോയി ഇതാ വരുന്ന ക്ലൈമാക്സ്. ആ സീനിലെ നടി അപർണയുടെ അഭിനയം കിടിലമായിരുന്നു. അതായത് അവർ ഇത്രയും കാലം കാത്തുനിന്ന കണ്ടന്റ് അവരുടെ കയ്യിൽ കിട്ടി അവരത് വായിക്കുമ്പോൾ ഓരോ ലൈനിനപ്പുറവും കാത്തു നിൽക്കുന്നത് തന്റെ മരണമാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു എക്സ്പ്രഷൻ. പിന്നെ നമ്മുടെ നായകന്റെ വക 1.5 കൊലച്ചിരി, ബാങ്. അങ്ങനെ താങ്കുന്ന 3ാമത്തെ ആളുടെ ഫോട്ടോയും കൂടി ചേർത്ത് വെച്ച് നായകൻ ജയിലിലിരിക്കുന്ന ഒരു അവസാന ഷോട്ട്. ഫേസ്ബുക്ക് റിവ്യൂ വിശ്വസിച്ച് കയറിയത് വെറുതെ ആയില്ല എന്ന് മനസ്സിലാക്കിയ ആ ഒരു നിമിഷം.